മക്കളെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ ഒരു ആനുവൽ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 2018-19 19 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. 2020-21 ചെയ്തിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. गंड पढ़ें और प्रश्नों के उत्तर लिखिए എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. मैं कबूतर हूँ, मैं शांति का प्रतीक हूँ, मुझे कबूत भी कहते हैं, पुराने ज़माने में राजमहलों में भी मेरा स्थान था, मैं संदेश लेकर दूर देशों में जाता था, मैं बिल्ली से डरता हूँ, मुझे गेहूं का दाना बहुत पसंद है, मैं मानव का दोस्त हूँ. അതാണ് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ്. ഓരോ ആക്ടിവിറ്റിയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പരിചയപ്പെടുത്തി പോകുന്നത്. അതായത് നാളെ നിങ്ങൾക്ക് എക്സാം ആണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്നത് കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കബൂത്തർ കാ ദൂസരാ ശബ്ദ് ക്യാ ഹേ? കബൂത്തറിനെ രണ്ടാമതൊരു പേര് കൂടെ പറയുന്നുണ്ട് എന്ന് നമ്മളിത് വായിക്കുമ്പോൾ കാണാം. മേ ശാന്തി കാ പ്രതീക് ഹൂം, മുझे കബൂത്ത് ബി കഹത്തെ ഹേ. അല്ലേ, അങ്ങനെ വായിച്ചു നോക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. അപ്പം എന്താണ് അതിൽ? കബൂത്ത്. നിങ്ങൾക്ക് പാരഗ്രാഫ് ഇത് തന്നെ വരണം എന്നില്ല, ചിലപ്പോൾ വേറെ പാരഗ്രാഫ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഏത് പാരഗ്രാഫ് തന്നാലും എങ്ങനെ അതിൻ്റെ ആൻസർ എഴുതണം എന്നത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് വരെ കാണാം. ഓരോ ആക്ടിവിറ്റിയും എങ്ങനെ ചെയ്യണം എന്നതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിത് വായിക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലുണ്ടോ എന്ന് നോക്കേണ്ടത്. കബൂത്തർ ബില്ലീസെ ഡർത്താ ഹേ. നമ്മൾ ഈ പാരഗ്രാഫിലേക്ക് നോക്കുമ്പോൾ ബില്ലീസെ ഡർത്താ ഹേ എവിടെ കാണാം കണ്ടോ? ബില്ലീസെ ഡർത്താഹും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? കബൂത്തർ ബില്ലീസെ ഡർത്താ ഹേ. ഇതിൽ ശരിയായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി നോക്കാം. കബൂത്തർ കിസ്കാ പ്രതീക് ഹേ. കബൂത്തർ കിസ്കാ പ്രതീക് ഹേ എന്ന് നമ്മൾ ഈ പാരഗ്രാഫിൽ നോക്കിയാൽ കിട്ടും. കബൂത്തർ ശാന്തി കാ പ്രതീക് ഹേ എന്നാണ്. ശാന്തി കാ പ്രതീക്. കണ്ടോ, പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ശാന്തി കാ പ്രതീക്. കബൂത്തർ കോ കോൺസാ ദാന ജ്യാദാ പസന്ത് ഹേ? ഗേഹൂം ആണ്. ഗേഹൂം. മുझे ഗേഹൂം. കണ്ടോ, ഗേഹൂം കാ ദാന എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ആൻസർ? गेहूं. इനി അടുത്തത് നോക്കാം. पुराने ज़माने में राजमहलों भी मेरा स्थान था, कबूतर दूर देशों तक संदेश पहुंचाता था. കബൂത്തർ ദൂരദേശങ്ങളിൽ വരെ സന്ദേശം എത്തിക്കുമായിരുന്നു, അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പാരഗ്രാഫിലേക്ക് നോക്കുക. ദൂർ ദേശവും തക്ക് സന്ദേശ്, ദൂർ ദേശവും തക്ക് സന്ദേശ് ലേക്കർ ദൂർ ദേശോമേ ജാത്താത. കണ്ടോ, ഈ സെൻറ്റൻസ് തന്നെയാണ് അവിടെ പറഞ്ഞത്, ചെറിയ മാറ്റമുണ്ട്, അത്രയേ ഉള്ളൂ. സന്ദേശ് ലേക്കർ ദൂർ ദേശോമേ ജാത്താത. അപ്പം നിങ്ങൾ അതുപോലെയുള്ള സെൻറ്റൻസ് ഉണ്ടോ നോക്കുക. സന്ദേശെന്നും ദൂർന്നൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ, അപ്പോൾ അത് നോക്കിയിട്ട് എഴുതാം. ഇനി അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. ചിത്ര പഹചാനേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിए. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ചിത്ര പഹചാനേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിए എന്നത് ചിത്രം നോക്കിയിട്ട് ആൻസർ എഴുതുക. നിങ്ങൾക്ക് ബുക്ക് മാറാത്തതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ശരിക്കും നോക്കുക. ഓക്കെ, ചിത്ര പഹചാനെ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? 3 പൂച്ചകൾ ഒരു എലിക്ക് പിന്നാലെ ഓടുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾക്ക് ഇതിലേക്ക് നോക്കാം. 3 പൂച്ചകൾ എലിയുടെ പിന്നാലെ ഓടുന്നതിന് എന്താണ് ഇവിടെ പറഞ്ഞത്? 3 കാലി ബില്ലിയാൻ ചൂഹേക്കെ പീച്ചെ ദൗഡ്ത്തി ഹേ അല്ലേ. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഇതാണ് കേട്ടോ. 3 കാലി ബില്ലിയാൻ ചൂഹേക്കെ പീച്ചെ ദൗഡ്ത്തി ഹേ. 3 കറുത്ത പൂച്ചകൾ എലിക്ക് പിന്നാലെ ഓടുന്നു. ഇനി രണ്ടാമത്തെ നോക്കാം. ആട്ടേൻ്റെ ഡിബ്ബയിലേക്ക് ചൂഹ, എലി ചാടുന്നതാണ് ഈ ചിത്രം അല്ലേ. അപ്പം രണ്ടാമത്തത്, ചൂഹ ആട്ടേക്ക് ഡിബ്ബേമേ കൂത്താ ഹേ. എലി ആട്ടപാത്രത്തിലേക്ക് ചാടുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് തന്നെയാണ് രണ്ടാമത്തതായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത്, പൂച്ചകളും ആട്ടേൻ്റെ ഡിബ്ബയിലേക്ക് ചാടുന്നു അല്ലേ. ബില്ലിയാം ആട്ടേക്ക് ഡിബ്ബേമേ കൂതത്തി ഹേ. പൂച്ചകളും ആട്ടപാത്രത്തിലേക്ക് ചാടുന്നു. മൂന്നാമത്തെ. ഇനി നാലാമത്തത്,
ഈ പൂച്ചകളൊക്കെ എന്ത് കളറായത്? വെള്ള കളറായില്ലേ. ബില്ലിയാങ്കെ രംഗ് സഫേദ് ഹോ ജാത്തെ ഹേ, പൂച്ചകളുടെ നിറം വെള്ളയാകുന്നു. അതാണ് നാലാമത്തെ. 4 നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാം. ഇനി അടുത്തത് ചൂഹേക്കോ പക്കടനെ കേലിയെ കിത്തനി ബില്ലിയാം ബാഗി. എലിയെ പിടിക്കാൻ വേണ്ടി എത്ര പൂച്ചകളാണ് ഓടിയത്? 3 പൂച്ചകൾ അല്ലേ. 3 പൂച്ചകൾ. ഇനി അടുത്തത് കവിതാംശ പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം എന്നാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ചിട്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. पेड़ न काटो പക്ഷി बोल रहा है, पेड़ बिना हम कहाँ रहोगे, नीड हमारे कहाँ बसेंगे, उड़ उड़ कर हम दक जाएंगे, शरण कहीं न हम पाएंगे, पेड़ न काटो പക്ഷി बोल रहे हैं. അപ്പം അതിലുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷി നീഡ് കഹാം ബസാത്തെ ഹേ, പക്ഷികൾ കൂടെ എവിടെയാണ് വെക്കുന്നത്? പേട് പർ. അതിൻ്റെ ആൻസർ എന്താണ്? പേട് പർ, മരത്തിലാണ് വെക്കുന്നത് അല്ലേ. കവിതാംശ കേലിയെ ഉചിത ശീർഷകത, ഈ കവിതയ്ക്ക് നിങ്ങളുടെ ഉചിതമായ ഒരു പേര് നൽകാനാണ് പറഞ്ഞത്. പേടിന കാട്ടോ, ഇത് നമുക്ക് പേരായിട്ട് കൊടുക്കാം. ഓക്കെ, പേടിന കാട്ടോ, ഇത് നമുക്ക് അതിൻ്റെ പേരായിട്ട് കൊടുക്കാം. രണ്ടാമത്തിൻ്റെ ആൻസർ ആണത്. ഇനി മൂന്നാമത്തത് കവിതാംശക്ക് ആശയ ലിഖിയം എന്നാണ്, കവിതയുടെ ആശയം എഴുതാൻ. അപ്പം നിങ്ങൾ ആൻസർ എഴുതുമ്പം ആശയ് എന്ന് എഴുതുക. കണ്ടോ, അവിടെയുള്ള ഈ ആശയ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് കവിതാമേ കത്താഹേക്ക് പേടിന കാട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ പേടിന കാട്ടോ പക്ഷി ബോൽ രഹാ ഹേ. കണ്ടോ, മരം മുറിക്കരുത് എന്ന് ആരാ പറയുന്നത്? പക്ഷിയാണ് പറയുന്നത്. പേടിന കാട്ടോ പക്ഷി ബോൽ രഹാ ഹേ. पेड़ के बिना हम कहाँ रहेंगे, पेड़ नहीं तो हम कैसे जीता है. അത്ര എഴുതിയാൽ മതി. അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? ആശയമായിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആശയം വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാം കേട്ടോ. ഇനി ഗണ്ഡുക്ക ആംശപ്പടയം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എഴുതാനുള്ളത് വേറെ വീഡിയോ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. കൊല്ലം സർക്കാരി യുപി സ്കൂൾ में बिल्ली के बच्चे कहानी पर नाटक किसके सिलसिले में हो रहा है എന്നാണ് ചോദ്യം. കൊല്ലം സർക്കാരി യു പി സ്കൂൾ में പഠനോത്സവ് के कार्यक्रम അല്ലേ. അപ്പം എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? പഠനോത്സവ് എന്നാണ്. കിസ്കെ സിൽസിലെ എന്നുള്ളടത്ത് കിസ്കെ, അതിൻ്റെ ആൻസർ എന്താണ്? പഠനോത്സവ്, പഠനോത്സവം എന്നാണ് തന്നത്. बिल्ली के बच्चे कहानी पर एक एक नाटक होने वाला है, इसके लिए एक पोस्टर तैयार करें. बिल्ली के बच्चे എന്ന കഹാനി നാടകമാക്കുന്നതിനെ കുറിച്ചിട്ട് പോസ്റ്റർ എഴുതാനാണ് പറഞ്ഞത്. ആ പോസ്റ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. പോസ്റ്റർ എന്ന് എഴുതുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പോസ്റ്റർ എന്ന് എഴുതുക, എന്നിട്ടൊരു ബോക്സ് വരയ്ക്കുക, എന്നിട്ട് ബില്ലി കെ ബച്ചേ എന്ന് എഴുതുക. ബില്ലി കെ ബച്ചേ നാടക് ഹോനെ വാലാ ഹേ എന്ന് എഴുതാം. ബില്ലി കെ ബച്ചേ എന്ന് എഴുതിയിട്ട് എന്താണ്? നാടക് ഹോനെ വാലാ ഹേ. ഈ 2 അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ എഴുതാം. ബില്ലി കെ ബച്ചേ അണ്ടർലൈൻ ചെയ്ത ഈ ബില്ലി കെ ബച്ചേ എന്ന് എഴുതാം. പിന്നെ നാടക് ഹോനെ വാലാ ഹേ എന്ന് എഴുതാം. പിന്നെ എഴുതേണ്ടത് 2019 അവിടെ 2019 മാർച്ച് 15 ശ്യാം 5 ബജെ അത്ര എഴുതാം. അപ്പോൾ എന്നാണ്? 2019 മാർച്ച് 15 വൈകുന്നേരം 5 മണിക്കാണ് എന്ന കാര്യം കിട്ടി. പിന്നെ എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്ഥാൻ എഴുതുക. സ്ഥാൻ കൊല്ലം സർക്കാരി യു പി സ്കൂൾ. എന്താണ്? കൊല്ലം സർക്കാരി യു പി സ്കൂൾ. അപ്പോൾ സ്ഥലം കിട്ടി, സ്ഥലം കിട്ടി, ഡേറ്റ് കിട്ടി, സമയവും കിട്ടിയില്ലേ. സ്ഥലവും ഡേറ്റും സമയവും കിട്ടി. അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതുക. ഇനി അടുത്തത് നന്ന ഉല്ലു കഹാനി കാ ഏക് അംശ പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം എന്നാണ്. നന്ന ഉല്ലു എന്ന ഈ തന്നിരിക്കുന്ന ഭാഗം വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം.
നന്ന ഉല്ലു ക്യോം ആസ്മാൻ കി ഓർ ചലാ ഗയാ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നന്ന ഉല്ലു എന്തിനാണ് ആകാശത്തിലേക്ക് പറന്നത്? എന്താണ്? സിത്താരോം കോ ടൂണ്ട്നെ, സിത്താരോം കോ ടൂണ്ട്നെ സെ, അല്ലെങ്കിൽ സിത്താരോം കോ ടൂണ്ട്നെ കേലിയെ കേട്ടോ. ഇവിടെ ടൂണ്ടത്തെ എന്നാണ്. അപ്പോൾ സിത്താരോം കോ ടൂണ്ട്, ഈ താ എന്നുള്ള നിങ്ങൾ എന്താക്കുക? നാ എന്നാക്കുക. സിത്താരോം കോ ടൂണ്ടിനെ എന്നെഴുതുക. സിത്താരോം കോ ടൂണ്ടിനെ കേലിയെ എന്നാണ് ശരിയായിട്ട് എഴുതേണ്ടത്. പക്ഷേ സിത്താരോം കോ ടൂണ്ടിനെ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. സിത്താരോം കോ ടൂണ്ടിനെ കേട്ടോ. ഇസ് പ്രസംഗ പർ അമ്മ ഉല്ലു കി ഡയറി ലിഖിയേ. അടുത്തത് അമ്മ ഉല്ലുവിൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആജ് എന്ന് കൊടുക്കുക. ആജ് നന്ന ഉല്ലു ആസ്മ, പിന്നെ ബാക്കി ഇതൊന്നും തന്നെ എടുക്കുക. ആജ് എന്ന് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ബാക്കി നന്ന ഉല്ലു ആസ്മാൻ കെ സിത്താരോം കോ ടൂണ്ടത്തെ ടൂണ്ടത്തെ ദൂർ ചലാ ഗയ. ഇതിലുള്ള ഈ സെൻറ്റൻസ് അതുപോലെ എഴുതാം. പിന്നെ അമ്മ ഉല്ലു എന്ന സ്ഥാനത്ത് മേര, അമ്മ ഉല്ലുവിൻ്റെ ഡയറി ആണല്ലോ. അപ്പം അമ്മ ഉല്ലു എന്നതിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? മേര. അമ്മ ഉല്ലു ഡയറി എഴുതുമ്പോൾ അമ്മ ഉല്ലു എന്ന് തന്നെ വെക്കൂല അല്ലേ, എൻ്റെ, എനിക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? മേര. അമ്മ ഉല്ലൂക്ക, ഇത്രയും അമ്മ ഉല്ലൂക്ക എന്നുള്ള ഇത്രയും ഭാഗത്തിന് നമ്മൾ മേര എന്ന് കൊടുക്കുക. മേര മൻ, പിന്നെ മൻ, മേര മൻ തടപ്പിനെ ലഗ. പിന്നെ യുസ്നെ സോച്ച എന്നുള്ളത് വേണ്ട. ഈ ഉസ്നെ സോച്ച എന്നുള്ളത് നമ്മൾ എഴുതണ്ട. ഉസ്നെ സോച്ച വേണ്ട. പിന്നെ വഹ്, ഇത് എഴുതണ്ട. പിന്നെ എഴുതേണ്ടത് വഹ് ബഹുത്ത് ചോട്ടാ ഹേ. आज पहली बार अकेले इतना दूर गया है. सोचते सोचते അമ്മ ഉല്ലൂക്ക ഡർ ബഡനെ ലഗ. മേര ഡർ, ഇവിടെ അമ്മ ഉല്ലൂക്ക എന്നുള്ളിടത്ത് എന്താ എഴുതുക? മേര. നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഈ അമ്മ ഉല്ലൂക്ക എന്നുള്ളിടത്ത് എന്താ എഴുതേണ്ടത്? മേര. മേര ഡർ ബഡനെ ലഗ. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ തന്ന പാരഗ്രാഫിനെ തന്നെ എങ്ങനെ മാറ്റം വരുത്തി എഴുതണം എന്നതാണ് നമ്മൾ പറഞ്ഞത്. പെട്ടെന്ന് നിങ്ങൾക്കൊരു പാരഗ്രാഫ് തരികയാണെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യണം എന്ന രീതിയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ആജ് കൊടുക്കുക. പിന്നെ നന്ന ഉല്ലു ആസമാൻ കെ സിത്താരോം കോ ടൂണ്ടത്തെ ടൂണ്ടത്തെ ദൂർ ചലാഗയ. അതങ്ങനെ തന്നെ എഴുതുക. ഈ അമ്മ ഉല്ലു എന്നുള്ള സ്ഥാനത്ത് മേര ചേർക്കുക. മേര മൻ തടപ്പിനെ ലഗ. ഉസ്നെ സോച്ചാന്ന് വേണ്ട. ബഹ് ബഹുത്ത് ചോട്ടാ ഹേ. ചിന്തിക്കണ തന്നെയല്ലേ ഡയറി ആയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഇത് വേണ്ട. പിന്നെ എന്താണ് എഴുതുക? ബഹു ബഹുത്ത് ചോട്ടാ ഹേ ആജ് പഹലി ബാർ. ഈ ആജാണ് നമ്മളിവിടെ ഫസ്റ്റ് കൊടുത്തത്. ആജ് ആജ് പഹലി ബാർ അകേലെ ഇത്തന ദൂർ ഗയാ ഹേ. സോച്ചത്തെ സോച്ചത്തെ അമ്മ ഉല്ലു എന്നുള്ള സ്ഥാനത്ത് മേര. നമ്മളിവിടെ മേര എഴുതിയില്ലേ? മേര, അതവിടെ മേര എന്ന് എഴുതിയല്ലോ. അതുപോലെ ഇവിടെ മേര അമ്മ ഉല്ലു का डर बढ़ने लगा. മേരാ എഴുതിയിട്ട് പിന്നെ ഡർ ബഡനെ ലഗ എന്ന് എഴുതാം കേട്ടോ. അമ്മ ഉല്ലുക്ക സ്ഥാനത്ത് മേരാ എന്ന് എഴുതാം, പിന്നെ ഡർ ബഡനെ ലഗ എന്ന് എഴുതാം. അപ്പം എന്തായി? ഡയറി ആയി. ഓക്കെ. അപ്പോൾ എത്രയാണ് ആക്ടിവിറ്റി ഉള്ളത്? അത്രയും ആക്ടിവിറ്റി നിങ്ങൾ ശരിക്കും നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ബായി ഓർ ബഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ദോ ബായി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കഹാനി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വാർത്താലാപ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ വാർത്താലാപ് നേരത്തെ നിങ്ങൾക്ക് പോസ്റ്റർ, അതുപോലെ തന്നെ ഇതിൽ 2 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് ആശയവും പോസ്റ്ററും എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ആ വാർത്താലാപവും കൂടെ എഴുതി ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കാണാം. ഓക്കെ.